2026 വരവേൽക്കാം. ഒരു കേക്ക് മുറിച്ചായാലോ ആഘോഷം. ലോകം മുഴുവൻ ഈ പുതുവത്സരത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോൾ നമുക്കും അല്പം മധുരം കഴിച്ചുകൊണ്ടാവാം. അതിന് ഈ 2025 ഒരു പക്ഷേ സ്റ്റാർ ആക്കി മാറ്റിയ ഒരാളുടെ പ്രസൻസ് കൂടി നമ്മളോടൊപ്പം ന്യൂസ് 18നോടൊപ്പം ഉണ്ടത് എന്നതാണ് ഏറ്റവും സന്തോഷം. മലയാളികളുടെ മുഴുവൻ ഹൃദയം കവർന്ന ഒരു ബിഗ് ബോസ് താരം അനീഷ്. വെൽക്കം അനീഷ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ശ്രീജ ചേച്ചിക്കും ഹാപ്പി ന്യൂ ഇയർ. അതുപോലെ തന്നെ ന്യൂസ് 18 കേരളത്തിന്റെ എല്ലാ മെമ്പേഴ്സിനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, പുതുവത്സരാശംസകൾ. സർപ്രൈസ് ആണ്. ഞാൻ പെട്ടെന്ന് വരുമ്പോൾ കുറച്ചു മുൻപ് മലയാളി ഓഫ് ദി ഇയർ ഒക്കെ പുരസ്കാരം നേടിയ അനീഷ് ഞങ്ങളോടൊപ്പം ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിരിക്കുന്നു. അപ്പോൾ പിന്നെ അനീഷിനെ കൊണ്ട് നമുക്ക് ഒരു കേക്ക് മുറിച്ച് ഈ സന്തോഷം പങ്കുവെക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഏറ്റവും മനോഹരമായ കാര്യം. അപ്പോൾ ഈ ഒരു കൊല്ലം ഒരു പക്ഷേ അനീഷിൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്പെഷ്യൽ ആയിരുന്നു 2025 അല്ലേ. അതിലും മനോഹരമായൊരു വർഷം, അതിലും ഇവൻറ്റ്ഫുൾ ആയൊരു വർഷം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആ സന്തോഷത്തോടെ കേക്ക് മുറിക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ നമ്മുടെ ക്രൂ ഒക്കെ ഉണ്ട്. എല്ലാവരും വരൂ, ജോയിൻ ചെയ്യൂ. നമുക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പാടി അല്ലേ. ഹാപ്പി ന്യൂ ഇയർ പാടാൻ പറ്റുമോ? അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ പാടാം. യെസ്, തുടങ്ങ്, ആരെങ്കിലും ഒക്കെ തുടങ്ങണം. യെസ് യെസ് യെസ്. വെൽക്കം 2026 ഹാപ്പി ന്യൂ ഇയർ. ഒന്നിച്ച് പറഞ്ഞാൽ കുറച്ചുകൂടി രസം ഉണ്ടാവില്ലേ? 1 2 3